വാട്സ്ആപ്പ് പീപ്പിൾ, അങ്ങനെ മിനിറ്റ്സ് വിത്ത് മധുരൈ എന്ന് പറയുന്ന നമ്മുടെ പുതിയ ട്രാവൽ സീരീസിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 0 വി ആർ ഗോയിങ് ടു മധുരൈ. ആൻഡ് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് വൈകാതെ ഷെയർ ചെയ്യാം. ആൻഡ് ഇപ്പോഴത്തെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബസ് പിടിക്കാം. സമയം ഉദ്ദേശിച്ചതിനേക്കാളും ഭയങ്കരമായിട്ട് ലേറ്റ് ആയിരിക്കണം. ഏകദേശം 5 മണി ആവാറായി. എൻ്റെ വീട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അടിമാലിയിലാണ്, ഇടുക്കി ഡിസ്ട്രിക്റ്റിന്. ഞാൻ ഇവിടുന്ന് നേരെ തേനി, പിന്നെ തേനിയിൽ നിന്ന് ഞാൻ മിക്കവാറും ട്രെയിൻ കയറി പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൺ ദ വേയിൽ വരാം. ഫസ്റ്റ് ഇവിടുന്ന് ബസ് കയറും. അങ്ങനെ അടിമാലിയിൽ നിന്ന് ബസ് കയറി ഫൈനലി നമ്മളിവിടെ പൂപ്പാറ എത്തിയേക്കുവാണ്. ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണമെന്ന് വിശ്വസിക്കണം. ഇനിയിപ്പോൾ ഞാനിവിടെ പൂപ്പാറയിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പം തന്നെ തേനിയിലോട്ടേക്കുള്ള ബസ് വരുമെന്നാണ് പറയണത്. എനിക്ക് ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ എനിക്ക് നിങ്ങളോട് അധികം സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ എന്തായാലും തേനി ചെന്നിട്ട് അവിടെ നിന്ന് മനസ്സമാധാനമായിട്ട് ഇരുന്ന് സംസാരിക്കാം. ഇറങ്ങിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, അത് കാരണമാണ് ഈ റഷും കാര്യങ്ങളൊക്കെ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഓൾമോസ്റ്റ് 6:45. നമുക്ക് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനിലോട്ടേക്ക് എത്തുന്നതാണ്. നമുക്ക് തേനി ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ട്രെയിൻ കയറി പോകാനാണ്. ലെറ്റ്സ് സീ വാട്ട് വി ക്യാൻ ഡു. ആൻഡ് പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ കംപ്ലീറ്റ്ലി ഫോണിലാണ് ഷൂട്ട് ചെയ്യണം. ഞാൻ ഗോപ്രോ അനക്കുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ നാളെ നമുക്കൊരു ഹോൾ ഡേ ഷൂട്ടുള്ളതാണ്. അപ്പോൾ ബാറ്ററിയും കാര്യങ്ങളും തീർന്നു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ലാസ്റ്റ് ക്ലിപ്പ് എടുത്ത് നോക്കിയപ്പോഴത്തേനാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മുടി എത്രത്തോളം അലമ്പായിരുന്നു ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ. പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം. ഒരു 2 ദിവസമായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് ഉറങ്ങിയിട്ട് കൂടിയില്ല. കൃത്യമായിട്ട് തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഉറക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു യാത്രയുടെ പ്രിപ്പറേഷൻസ് ഈവൻ ഇന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മുടെ പടി കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ലായിരുന്നു. ആൻഡ് ഞാൻ ഇന്ന് ഇറങ്ങുവാണല്ലോ, അപ്പോൾ നമുക്ക് 2-3 ദിവസത്തേക്ക് വീഡിയോസിന് വേണ്ടി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്നാ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ 2 വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് ഞാൻ എഡിറ്റ് ചെയ്ത് ഒരു 3 ദിവസത്തേക്കുള്ള വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു പ്ലാന് ഓൺ ദ ഗോയിൽ കുറച്ച് ഉറങ്ങണം, റെസ്റ്റ് എടുക്കണം, പിന്നെ അവിടെ ചെന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം. ആക്ച്വലി ഇവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂപ്പാറ ടൗണാണ്. ഈ പൂപ്പാറയിൽ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നൊരു സ്പോട്ടിനുണ്ട്. സത്യം പറഞ്ഞാൽ അത് നല്ലൊരു ഫുഡ് സ്പോട്ടിനാണ്. ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വീട്ടിലേക്ക് ഈ ഒരു ട്രിപ്പും കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം ഇറങ്ങിപ്പോയി അവിടെ ഫുഡൊക്കെ കഴിക്കാം. ഞാൻ പിന്നെ വേറെ എന്താ പറയുക, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്കിനി തേനി ചെന്നിട്ട് കാണാം. തേനി ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുപാട് ലെങ്ത് ആക്കണ്ട വീഡിയോയ്ക്ക്. നമ്മളിപ്പോൾ തേനി ബസ് സ്റ്റാൻഡിൽ എത്തിയേക്കുവാണ്. അപ്പം ആ ഒരു ബസ്, അതായത് എനിക്ക് ആ ഒരു ബസ്സിൻ്റെ ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങളോ എടുക്കാൻ പറ്റിയില്ല. അത് ശരിക്കും ഒരു മിനി ബസ്സായിരുന്നു. യാത്രയും കാര്യങ്ങളൊക്കെ കംഫോർട്ടബിൾ ആയിരുന്നു, സുഖമായിരുന്നു. മറ്റേ തേനിയിലോട്ടേക്ക് വരണ വഴി കേരളത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പൂപ്പാറ കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും ഇറ്റ്സ് ആക്ച്വലി റിയലി ബ്യൂട്ടിഫുൾ വിഷ്വൽസ്. നല്ല രസമുണ്ടായിരുന്നു. ചെറിയ മിന്നാമിനിങ് പോലെ നമ്മുടെ തമിഴ്നാട് കാണാൻ വേണ്ടി. ആൻഡ് വേറെ തന്നെ ഇപ്പോൾ പറയാം, ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 3 കിലോമീറ്റേഴ്സ് നമുക്ക് പൈപ്പടിച്ച് കിടക്കാം. ഇതിൻ്റെ അടുത്തെങ്കിൽ മീൻസ് ഈ പോണ വഴിക്ക് വല്ല ഫുഡ് സ്പോട്ടോ കാര്യങ്ങളോ കാണുകയാണെങ്കിൽ വല്ല ഫുഡ് അടിക്കാം. ആക്ച്വലി ഒരു 23 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഒരു ട്രെയിൻ ഉണ്ട് മധുരയ്ക്ക്. എനിക്ക് ട്രെയിനിൽ തന്നെ പോകണം, കാരണം നാളത്തെ നമ്മുടെ ഷൂട്ട് പ്ലാൻ ചെയ്തേക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. ആ ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് 10:44 11 മണിക്ക് അങ്ങാണ്ട് അടുത്ത ട്രെയിൻ പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് ബുക്കോ അയച്ചിരിക്കാം. നമുക്ക് വേറെ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്തായാലും നേരെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്നു. ഓക്കെ, സ്റ്റേഷനിലെത്തിയിട്ടാണ്. നാളെ ഞാൻ എൻ്റെ ഷൂട്ട് പ്ലാൻ ചെയ്തേക്കണേ റെയിൽവേ സ്റ്റേഷനിലാണ്. അത് കാരണമാണ് തേനിയിൽ വന്ന് ബസ് ഇറങ്ങിയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോയത്. കൃത്യം ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോഴത്തേനും ഉണ്ടായിരുന്ന ട്രെയിൻ പോയി. ഇനി നാളെ രാവിലെ ട്രെയിനുള്ളൂ. തിരിച്ച് 3 കിലോമീറ്റർ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാം. ഇപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ടേക്ക് പോയി കഴിഞ്ഞിട്ട് അവിടെ ബസ് ഉണ്ടോ എന്ന് നോക്കണം.
എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. ബസ് ഉണ്ടെങ്കിൽ ബസ്സിൽ കയറണം, മധുരയ്ക്ക് പോകണം. മധുര ബസ് സ്റ്റാൻഡിൽ എവിടെയാണെന്ന് വെച്ചാൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് പോകാം. ആലോചിച്ച് നോക്കിയൊക്കെ വിശക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ എവിടെയെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. ഇങ്ങോട്ടേക്ക് ട്രെയിൻ പോവാറായി എന്നുള്ള കാരണം ഞാൻ ഫുഡൊന്നും കഴിക്കാണ്ട് ഡയറക്റ്റ് ഇറങ്ങി പോകുമായിരുന്നു. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് 2-3 ഷോപ്പുണ്ട്. 2-3 അവിടെ കുറേ ഫുഡ് സ്പോട്ടുകളുണ്ട്. എന്തെങ്കിലും കഴിക്കാം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഫസ്റ്റ് ഫുഡ് വീഡിയോ അവിടെ നിന്ന് ആക്കാം. നമ്മളങ്ങനെ വെട്ടോ ഇല്ല, വെളിച്ചോ ഇല്ല, ആൾക്കാരും ഇല്ലാത്ത റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് ആക്ച്വലി ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് പോയതും ഓൾമോസ്റ്റ് ഈ ഒരു സിമിലർ സിറ്റുവേഷൻ തന്നെയാണ്. ഇവിടെ റോഡിലേക്ക് അത്യാവശ്യം നല്ല പെട്ടികളുണ്ട്. അവിടെ നിന്ന് കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അടുത്തോട്ടേക്ക് വരുമ്പോഴത്തേന്. പിന്നെ ഗോഡ്സ് ഗ്രേസ് എനിക്ക് ഡോഗ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു സ്കില്ലുണ്ട്. വീട്ടിൽ 2 ഡോഗ്സ് ഉണ്ട്. ഡോഗ്സിനോട് ഒരു ഇഷ്ടമുള്ള കാരണം ആ സിറ്റുവേഷൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാവുന്ന അത് സീനില്ല. ഇങ്ങോട്ടേക്ക് നോക്കിയൊക്കെ കാടാണ്. കണ്ടോ നിൽക്കണോ? വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. വണ്ടികൾ അത്യാവശ്യം അങ്ങോട്ടേക്കും ഉണ്ട്, ഇങ്ങോട്ടേക്കും തേരാപ്പരയായിട്ട് പോകുന്നുണ്ട്. അതർ ദാൻ ദാറ്റ് മൊത്തം വിജനമാണ്. ഓൾമോസ്റ്റ് ഒരു 500 മീറ്ററും കൂടെ മുന്നോട്ടേക്ക് പോകണം. മുന്നോട്ടേക്ക് പോയാലാണ് ടൗണെത്തുള്ളൂ. ഹോപ്പ്ഫുള്ളി ബസ് കിട്ടുമെന്ന് വിശ്വസിക്കാം. നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വേറൊരു ഫാറ്റ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാർജ് ഉണ്ടോ 45 അതിലായി. ഇതിലും ഓൾമോസ്റ്റ് 50 സംതിങ് ആയി. നാളെ വീഡിയോസ് എടുക്കേണ്ടതാണ്. ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈമിൽ അവിടെ ചാർജ് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടാവുമെന്ന് നോക്കാം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വരണത് നോക്കാം. ഞാൻ ക്യാമറ തൊട്ടെത്തില്ല. ക്യാമറ നാളെ ഷൂട്ട് ചെയ്യണമെന്നുള്ള കാരണം ക്യാമറ തൊട്ടെത്തില്ല. എനിക്ക് ആകപ്പാടുള്ളൊരു കൺസേൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് എത്രത്തോളം നിൽക്കുമെന്ന് മാത്രമാണ്. എൻ്റെ ടാർഗറ്റ് എനിക്ക് അച്ചീവ് ചെയ്യാൻ അറിയാം. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇതിൻ്റെ ചാർജ് ഞാൻ അധികം കളയുന്നില്ല. ബൈ. ഫൈനലി വി ഹാവ് റീച്ച്ഡ് നിയർ ബസ് സ്റ്റാൻഡ്. പുറകെ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പ്. കഴിക്കും വേണം, എന്തെങ്കിലും വെള്ളം കുടിക്കുകയും ചെയ്യണം. അത്യാവശ്യം വൃത്തിയുള്ള നല്ല റെസ്റ്റോറൻറ്റ് കിട്ടുമെന്ന് വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. ഇത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്ന റെസ്റ്റോറൻറ്റ് ഇതാണ്. പറ്റുവാണെങ്കിൽ ഫോണിൽ കുത്തിയിടണം. ഫോൺ കുത്തിയിടുവാണെങ്കിൽ വീഡിയോസ് ഞാൻ കാണിക്കത്തുണ്ടാവില്ലായിരിക്കും ഫുഡ് കഴിക്കണേ. നോക്കട്ടെ സിറ്റുവേഷൻസ് എങ്ങനെയാണ്. നമ്മളങ്ങനെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചപ്പോഴത്തേന് സത്യം പറയാനും ഭയങ്കര ഒരു സമാധാനം. പിന്നെ ആ സെയിം പീരീഡ് ഓഫ് ടൈമിൽ ഞാൻ എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ഫോണിൻ്റെ അതാണ് കുറച്ച് ചാർജ് കിട്ടി. ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് മധുരയ്ക്ക് പോകാൻ വേണ്ടിയുള്ളൊരു ബസ് കിടക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ബസ്സിൽ കയറി നമ്മൾ മധുരയിൽ പോകും. 11:05 ബസ് എടുക്കുന്ന പറഞ്ഞു. ഞാനെന്തായാലും അവിടെ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അവിടെ ചെന്ന് സിറ്റുവേഷൻ ഒന്ന് അതായത് അവിടെ ചെന്നിട്ട് നമ്മൾ എത്തേണ്ട സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ശാന്തമായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എനിക്കറിയാം ഈ ഒരു വീഡിയോ മൊത്തത്തിൽ ഹറി ബറി സിറ്റുവേഷനായി. നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ സംസാരിക്കാനൊന്നും പറ്റില്ല. മൊത്തം ഓട്ടമായിരുന്നു. അതായത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തട്ടെ. നാളത്തെ ദിവസത്തെ ഷൂട്ട് പ്ലാൻ ചെയ്തേക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ്, മധുര റെയിൽവേ സ്റ്റേഷൻ. അപ്പം മധുര റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി. എന്നാലാണ് എനിക്കാണെങ്കിൽ നിങ്ങളോട് ഇത് സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാനും പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ഇവിടെ മധുര റെയിൽവേ സ്റ്റേഷനിലെത്തി. മധുര ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കുറച്ച് നടക്കാറുണ്ടായിരുന്നു. ഇത് കുറേ നടന്നു കൊള്ളായിരുന്നു. ഒരുപാട് നാളെ ഇങ്ങനെ ചുമ്മാ ഇറങ്ങി ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റിയലി ഇൻഡെപ്തായിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും പോയിരിക്കണം. ഞാനിപ്പം ഒരൊറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. എനിക്ക് കൂട്ടായിട്ട് ഈ ചെറുക്കനുമുണ്ട്. ഫോക്കസ് ആവട്ടെ ഉണ്ടല്ലേ, ഈ ചെറുക്കനുമുണ്ട്. മൊത്തത്തിൽ ഒറ്റപ്പെട്ട ഒരു ഏരിയയാണ്. കുറച്ച് നേരം വന്ന് സമാധാനമായിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ചിന്തിച്ച് ഇരിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ നിങ്ങളോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഈ ഒരു അനൗൺസ്മെൻറ്റ് തീർന്നിട്ട് പിന്നെ വരാതെ. അപ്പോൾ സംഭവം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ടൈം നോക്കുകയാണെങ്കിൽ ഏകദേശം 2:10. ഇനി നേരം വെളുക്കാൻ അധികം സമയമില്ല. മധുര മീനാക്ഷി ടെമ്പിള് തുറക്കണം 5 മണിക്കാണ്. നാളെ ഇതേപോലെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കുറച്ച് കോണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ചെറിയ ചെറിയ വീഡിയോസാണ് അറ്റ് എൻഡ് വരുമ്പോഴത്തേനും, ഒട്ടും ലെങ്തും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് വീഡിയോസ് 2 ദിവസം കൊണ്ട് കുറച്ചധികം വീഡിയോസ് മേക്ക് ചെയ്തിട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് അതിൽ എത്രത്തോളം ഞാൻ സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല, എത്രത്തോളം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ. സോ ഞാൻ ചിലപ്പം എൻ്റെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഈ സിറ്റുവേഷൻ ബേസ് ചെയ്ത് ഞാൻ കുറച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഓൾട്ടർ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ആൻഡ് വേറൊരു കാര്യം, ഞാൻ പ്ലാൻ ചെയ്ത സമയത്ത് മിസ് ഔട്ട് ആയെന്നാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ടല്ലോ, അതായത് ഇവിടുത്തെ ലോക്കൽ വെൻഡേഴ്സായിട്ട് ലോക്കൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ചിലപ്പം അത് നമുക്ക് ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലോട്ടേക്ക് എത്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരിലോട്ടേക്ക് എത്തുമോ ഇല്ലയോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതൊന്ന് ട്രൈ ആക്കി നോക്കണം. വേറെ എനിക്ക് ഇനിയിപ്പോൾ ഇന്നധികം പറയാനില്ല, കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ട് വരുന്ന ഒരു വീഡിയോസും ആയിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇല്ല പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് മധുരയിലോട്ടേക്ക് ട്രാവൽ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് മാത്രം. ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പം വെയിറ്റ് ഫോർ ടുമോറോസ് വീഡിയോ. നാളെ 7 മണിക്ക് കൃത്യം മിനിറ്റ്സ് ഇൻ മധുരയുടെ ഫസ്റ്റ് എപ്പിസോഡ് സെക്കൻഡ് എപ്പിസോഡ് വി ആർ ഗോണ റിലീസ്. സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം. ആൻഡ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ മേക്കിംഗ് ദിസ് കൈൻഡ് ഓഫ് വീഡിയോ സീരീസ് എന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ പറയണം. ആൻഡ് വേറൊരു കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഫ്റ്റർ ദിസ് വീഡിയോ സീരീസ് വി ആർ ഗോണ ടു സംതിങ് ബിഗർ ആൻഡ് ബെറ്റർ. അതിൻ്റെ ഒരു ത്രെഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നിമിഷങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. I have a concept and I'm gonna develop it after this travel series. പിന്നെ ചെറിയ 1-2 കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഒന്നുമില്ല. ബൈ, സീ യു ടുമോറോ. മറക്കാതെ 7 മണിക്ക് കാണണം. അഭിപ്രായങ്ങൾ മസ്റ്റാണ് കേട്ടോ. നാളെ മുതലാണ് ഇത് റിയൽ ഗെയിം ബിഗിൻസ്. ഓക്കെ.